ദേ, ഇതൊന്നും വലിയ ആനക്കാര്യമായിട്ട് അവളുടെ മുന്നിൽ അവതരിപ്പിക്കാനൊന്നും നിൽക്കണ്ട. ഏതായാലും മാളുവിന് കല്യാണക്കാര്യത്തിൽ താല്പര്യക്കുറവൊന്നുമില്ലെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതാ ബുദ്ധി. ആദ്യം നിശ്ചയം, പിന്നെ 2-3 മാസത്തിനകത്ത് കല്യാണം. ഇനിയിപ്പോ പഠിത്തം കഴിയാനൊന്നും കാത്തു നിൽക്കണ്ട. കെട്ട് കഴിഞ്ഞും പഠിക്കാൻ പോകുന്ന എത്രയോ പെങ്കൊച്ചുങ്ങളുണ്ട്. എത്രയും വേഗം ആ പെങ്കൊച്ചുമായിട്ടുള്ള ചങ്ങാത്തോ അടുപ്പോ ഒക്കെ മാറ്റിയെടുക്കുന്നതാ ബുദ്ധി. നോക്കട്ടെ. നോക്കിയാ പോരാ, ഈ ചൂടിലങ്ങ് നടത്തിയെടുക്കുന്ന നല്ലത്. ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നാ. നീ ഇരിക്കുമോളെ, ഞാൻ പാത്രം എടുത്തോണ്ട് വരാം. എന്ത് കണ്ടിട്ടാണോ തന്നെ ഞാൻ പ്രേമിക്കേണ്ടത്? ആരും പ്രേമിച്ചു പോകുന്ന മുതലാണല്ലോ. എടോ, പ്രേമിക്കാൻ പോയിട്ട് പെണ്ണാണല്ലോ എന്നുള്ള വിചാരത്തോടെ ക്യാമ്പസിലെ ഏതെങ്കിലും ഒരു ആൺകുട്ടി തന്നെ ഒന്ന് നോക്കിയിട്ടുണ്ടോ? അപ്പോ എന്തു പറ്റി നിനക്ക്? എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. അപ്പോ അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ? അച്ഛനോട് നീ പറഞ്ഞതില് എന്തെങ്കിലും സത്യമുണ്ടോ? അച്ഛനോട് ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലേത് കാര്യം അമ്മ ഉദ്ദേശിക്കുന്നു? അരുണിന്റെ കാര്യം. ശരിക്കും നിനക്ക് ആ പയ്യനോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ? എന്താ നീ ചിരിച്ചു കളഞ്ഞത്? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ഒന്നുമില്ല. അല്ല, അമ്മ ഈ പറഞ്ഞ അരുൺ പാക്കറിനെ കണ്ടിട്ടുണ്ടോ? ഞാനെങ്ങും കണ്ടിട്ടില്ല. അത് പറ. അവനെ കണ്ടിരുന്നെങ്കിലേ അമ്മ ഈ ചോദ്യം എന്നോട് ചോദിക്കില്ല. അമ്മ ഈ 80s പടം TV-യിൽ വരില്ലേ? അതിനകത്ത് ചില നായകന്മാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു ദേവദാസ് ലൈൻ. അത്രയ്ക്ക് ശോക കാഴ്ചക്ക് ഈ പാക്കര്. പക്ഷെ ആള് പഠിച്ച കള്ളനാ. പിന്നെ നിനക്ക് അവനെ ഇഷ്ടമായിരുന്നു എന്ന് അച്ഛനോട് പറഞ്ഞതോ? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പോ ദേ കളിക്കല്ലേ, പറ. നിനക്കവനെ ശരിക്കും ഇഷ്ടമായിരുന്നില്ലേ? അവനോടെന്നല്ല, ഒരുത്തനോടും അപ്പൂന് ഇതുവരെ ഇഷ്ടം തോന്നിയിട്ടില്ല. ഇനി അങ്ങോട്ട് തോന്നുകയില്ല. അപ്പൊ നീ അച്ഛനോട് കള്ളം പറഞ്ഞതാ? അതെ, കള്ളം പറഞ്ഞതാണ്. എന്താ അമ്മയ്ക്ക് വിശ്വാസമായില്ലേ? അവനെ എനിക്ക് ഇഷ്ടമല്ല. അവൻ മാളുവിനെ കെട്ടുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാനത് സമ്മതിക്കയില്ല. അപ്പോ അപ്പൊ നുണ പറഞ്ഞ് നീ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? യു ചീറ്റ്. ഹൗ ഡെയർ യു? അടിക്കല്ലേ, അവളെ ഒന്നും ചെയ്യല്ലേ. എന്തൊക്കെ പെരുന്നുണകളാ നീ എന്നോട് പറഞ്ഞത്. അതൊക്കെ വിശ്വസിച്ച് ഞാൻ വെറും വിട്ടി. വേണം, എനിക്ക് ഇത് തന്നെ കിട്ടണം. എന്തിനാ നീ ഇങ്ങനെ ബാക്കിയുള്ളവരെ കൂടി വെറുപ്പിക്കുന്നത്? നീ കാരണം മുരളി പോലും എന്നോട് മോശമായിട്ട് പെരുമാറി. അപ്പൊ വിഷമം തോന്നിയെങ്കിലും ഇപ്പൊ എനിക്ക് മനസ്സിലായി, മുരളി ചെയ്തത് ശരിയാ. അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യുള്ളൂ. എല്ലാറ്റിനും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, എന്തിനു വേണ്ടിയായിരുന്നോ നീ ഈ കള്ളം പറഞ്ഞത്, ആ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. മാളുവിന്റെ അരുണിന്റെയും വിവാഹം നടത്താൻ മുരളി തീരുമാനിച്ചു കഴിഞ്ഞു. ഇതുവരെ അത് മുരളിയുടെ വാശിയാണെങ്കിൽ ഇപ്പൊ അത് എന്റെ കൂടി ആവശ്യമാണ്, വാശിയാണ്. മുടക്കാൻ വഴിയുണ്ടെങ്കിൽ ആലോചിക്ക്. എന്താ അപ്പോ നീ ഇങ്ങനെ